ആലപ്പുഴ രഞ്ജിത്ത് കൊലപാതകം എല്ലാ പ്രതികളായിട്ടുള്ള തീവ്രവാദികൾക്കും വധശിക്ഷ വളരെ നല്ല ഒരു തീരുമാനമായിട്ടാണ് എനിക്കത് തോന്നിയിട്ടുള്ളത്. ഞാൻ ഹാപ്പിയാണ്. അദ്ദേഹത്തിന്റെ ജീവൻ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവൻ എടുത്തവരെ തൂക്കിലേറ്റുന്ന ഒരു സിസ്റ്റത്തിലോട്ട് കാര്യങ്ങൾ പോയല്ലോ, വളരെയധികം സന്തോഷമുണ്ട്. ഈ ഇസ്ലാമിക തീവ്രവാദികളാൽ ഭയങ്കര ശല്യമാണ്. എല്ലാ രാജ്യത്തും ഈ തീവ്രവാദികൾ ഇങ്ങനെ തന്നെയാണ്. ആ പാവം പിടിച്ച മനുഷ്യൻ എന്തിനു വെട്ടിയെന്ന് എനിക്കറിയില്ല. എന്തൊരു കാര്യം ചെയ്യണം, രാഷ്ട്രീയ കൊലപാതകമായിക്കോട്ടെ എന്തായിക്കോട്ടെ, ചെയ്തവരല്ലേ ചെയ്യേണ്ടത്. ഒന്നും അറിയാത്തൊരു പാത്രം കുടുംബത്തിൽ കയറിയിട്ട് ആണത്തം കാണിച്ചിറങ്ങി പോകലല്ല വേണ്ടത്. എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, ചെയ്യുന്നവരെ ചെയ്യാൻ പഠിക്കണം. ആ പാവം പിടിച്ച മനുഷ്യർക്ക് എന്ത് തെറ്റ് ചെയ്തിട്ടാ? അയാളൊക്കെ വട്ട സ്വന്തം അയൽവാസിയായിട്ടുള്ള ഒരുത്തരും കൂടി ആ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞപ്പോഴേ ഇവന്റെ ഒക്കെ കൂട്ടത്തിൽ ജീവിക്കാന്ന് പറഞ്ഞ തന്നെ അരയിൽ ബോംബിട്ട് ജീവിക്കണ പോലെയാണ് നമ്മള്. അഗ്നിപർവ്വതത്തിന്റെ അടുത്ത് നിൽക്കുന്ന പോലെയാണ്. എപ്പോഴാണ് മതഭ്രാന്ത് പൊട്ടുക എന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പൊ എന്തായാലും സകല എണ്ണത്തിനും തൂക്കിക്കൊല്ലാനാണ് ഇപ്പൊ വിധിച്ചിട്ടുള്ളത്. സന്തോഷം. നീതിപീഠം കണ്ണു തുറന്നു. ഈ നീതി ഇനി മാറാതിരിക്കട്ടെ. ഇനി തീവ്രവാദികളെ കൈകൊണ്ട് ഒരാളും ചാവാതിരിക്കട്ടെ. അത്ര പ്രാർത്ഥിക്കാനുള്ളൂ. അത്ര മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ മേലെ വരെ കൊടുവാളെടുക്കുന്നവന്മാരവന്മാര്. ജോസഫ് മാഷിന്റെ കൈയൊക്കെ വെട്ടിക്കണ്ടില്ലേ? നിയമപരമായിട്ട് ഇവിടെ മുന്നോട്ട് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിട്ടും ആയുധം എടുക്കേണ്ടി വരുന്നതേ അത് തീവ്രവാദികളുടെ ഒരു ഗതികേട് തന്നെയാണ്. എന്തായാലും എല്ലാവർക്കും ഹാപ്പി തൂക്കുകയർ.